നിങ്ങൾ എപ്പോഴെങ്കിലും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടോ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുക ഒരിക്കലുമില്ല എന്നാണ്. എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരാൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് അറിഞ്ഞിട്ടില്ല. 2023-24 ഇയറിൽ 1400 കോടിയോളം രൂപയാണ് അറ്റാക്കേഴ്സ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു അറ്റാക്ക് ചെയ്തവരാരും അത്ര വലിയ മിടുക്കന്മാരാരുമല്ല. എങ്കിലും അവർക്ക് സാധിച്ചതിന് കാരണം ആളുകളുടെ കെയർലെസ്നെസ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അവയർനെസ്സിലൂടെ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിതിനെക്കുറിച്ച് അവെയറാകാം, എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതുകൂടാതെ അറ്റാക്കർ എങ്ങനെയാണ് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയും ഞാൻ ഇതിനവസാനം കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഹാക്കിംഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അല്പം പ്രശ്നമാണ് അല്ലേ? എന്നാൽ അതിലും പ്രശ്നമാണ് നിങ്ങൾ കാണിക്കുന്ന കെയർലെസ്നെസ്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ അക്കൗണ്ടിലോട്ടോ ഡാറ്റയിലോട്ടോ കടന്നു കയറി അതിനെ മോഷ്ടിക്കുന്നതിനെയാണ്, അതായത് ഒരു അൺഓത്തറൈസ്ഡ് ആക്സസ്. എന്നാൽ ഈ ഹാക്കിംഗ് എപ്പോഴും നടക്കണമെന്നില്ല. അതിന് കാരണം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഹാക്കിംഗ് പോസിബിൾ ആവുകയുള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം മോഷ്ടിക്കുവാൻ ഒരു അറ്റാക്കർ തീരുമാനിക്കുകയാണെങ്കിൽ അതെപ്പോഴും സാധിക്കണമെന്നില്ല. എന്നാൽ അവർക്ക് സാധിക്കുന്നതിന് കാരണം നിങ്ങൾ കാണിക്കുന്ന ചില കെയർലെസ്നെസ് കൊണ്ട് മാത്രമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി ആളുകൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സൈബർ അറ്റാക്ക് വഴിയാണ്. അതെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒരു അറ്റാക്ക്, എന്നാൽ അതിലൂടെ നഷ്ടപ്പെട്ടതോ കോടികളോ. എങ്ങനെയാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് നടക്കുന്നത്? നിങ്ങളെ ഒരാൾ ഫോൺ വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ SMS അയക്കുകയാണ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ലിങ്ക് വരുന്നു, അല്ലെങ്കിൽ ഇമെയിലിൽ ഒരു ലിങ്ക് വരുന്നു. ഇതിലൂടെയൊക്കെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് നടത്തുന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു വൈറസ് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ റിമൂവ് ചെയ്യണമെന്നറിയാം. ഒരു ആൻറ്റിവൈറസ് ഉപയോഗിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ നെറ്റ്വർക്കിലേക്ക് ഒരാൾ കടന്ന് കയറാതിരിക്കുവാനായി നിങ്ങൾക്ക് ഫയർവാൾ ഉപയോഗിക്കാം. എന്നാൽ നിങ്ങളെ വിളിക്കുന്ന ഒരാൾ സ്കാമർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഒരു സോഫ്റ്റ്വെയറും ഇതുവരെ അവൈലബിൾ അല്ല. അതായത് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അവയർനെസ് കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് പണത്തെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് കരുതരുത്. നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും അതിൽ പെടുന്നതാണ്. നിങ്ങളുടെ ഡാറ്റ, അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ, കോൺടാക്ട്സ്, ഗാലറിയിലെ പിക്ചേഴ്സ്, SMS തുടങ്ങിയവയെല്ലാം ഡാറ്റയാണ്. ഇതിനെല്ലാം ഒരു വിലയുണ്ട്. ഈവൻ ഇഫ് നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസിന് വരെ വിലയുണ്ട്. അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാവുന്നതാണ്, CBI ഓഫീസർ എന്ന് പറഞ്ഞ് ഒരാളെ വിളിക്കുന്നു. അവരുടെ പേരിൽ ഒരു കൊറിയർ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതിൽ MDMA അല്ലെങ്കിൽ മറ്റ് ലഹരി കണ്ടന്റ് ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞാണ് അവരെ സമീപിക്കുന്നത്. ഇതിൽ പാനിക്കായ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്ന കാശ് അവർ കഴിച്ചു കൊടുക്കുന്നു. കേൾക്കുമ്പോൾ എത്ര സ്റ്റുപ്പിഡിറ്റിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇത് കേൾക്കുമ്പോഴുള്ള വിക്ടിമിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയുകയില്ല. പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം അല്ലേ? OTP ചോദിച്ച് തട്ടിപ്പ്. എന്നാൽ നിങ്ങൾ ഓർക്കാറുണ്ട്, ഈ OTP പറഞ്ഞു കൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ, പറഞ്ഞു കൊടുക്കാതിരുന്ന പോരെ? ചിലർ സ്കാമേഴ്സിനെ പറ്റിക്കുവാനായിട്ട് അത് ലാസ്റ്റ് വരെ പോകാറുണ്ട് ഫോൺ കോളിൽ. എന്നിട്ട് തെറ്റായ OTP പറഞ്ഞു കൊടുത്ത് അവരെ പറ്റിക്കാൻ ശ്രമിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. നിങ്ങൾക്കൊരു ഫോൺ കോൾ വരികയാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ബ്ലോക്ക്ഡ് ആണ്. ഈ കാർഡ് അൺബ്ലോക്ക് ചെയ്യുവാനായിട്ട് ഞങ്ങൾ സഹായിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു SMS മെയിലോ വന്നിരിക്കാം. അവർ നിങ്ങൾ കൺവിൻസ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും കൃത്യമായി തന്നെ പറയും. ഇത്രാം തീയതി ഇന്ന സമയത്ത് നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ച് ഇത്ര എമൗണ്ട് ഇന്ന ഷോപ്പിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതിലെ മിനിറ്റ് വരെ കൃത്യമായിരിക്കും. അവർ പറയുന്ന കാരണം ഒരുപക്ഷെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത മെഷീനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാം. അത് കാരണമാണ് ഈ ഒരു കാർഡ് ഇപ്പോൾ ബ്ലോക്ക് ആകാൻ കാരണം. സെക്യൂരിറ്റി റിപ്പോർട്ടിങ്ങിൽ ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു പ്രിക്വേഷൻ എന്ന രീതിയിലാണ് നിങ്ങളുടെ കാർഡ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. താങ്കൾ തന്നെയാണ് ഇത് കാർഡ് ഉപയോഗിച്ചതെന്ന് ഉറപ്പാക്കുകയാണെങ്കിൽ നമുക്കിത് അൺബ്ലോക്ക് ചെയ്ത് തരാം എന്നാണ് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. നോർമലി നമുക്കറിയാം, ഒരു വേരിഫിക്കേഷൻ്റെ ഭാഗമായി അവർ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ഇമെയിൽ അഡ്രസ്സും പറ്റിയാൽ നിങ്ങളുടെ പിൻകോഡ് വരെ അവർ ചോദിക്കും. ഇത് നമ്മൾ ശീലിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെയാണ് അവർ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ശ്രമിക്കുന്നത്. ഒരു ബാങ്ക് അതോറിറ്റി എന്ന രീതിയിൽ നിങ്ങളെ സമീപിച്ച് നിങ്ങളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫുൾ നെയിം അതേപോലെ പിൻകോഡ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും വേരിഫിക്കേഷൻ്റെ ഭാഗമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം അവർ പറയുകയാണ്, നിങ്ങളുടെ ഈ ഒരു ഫോൺ നമ്പറിൽ ഒരു OTP വരുന്നുണ്ട്, ആ OTP പറഞ്ഞു തരണം. എന്നാൽ നിങ്ങൾക്കറിയാം ഈ ഒരു OTP വരുമ്പോൾ അതിൽ ഇത്ര എമൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പോകുന്നതായി പറയുമെന്ന്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഈ OTP പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ നിങ്ങൾ പറ്റുന്ന ഒരു അബദ്ധമെന്ന് വെച്ചാൽ ഒരുപക്ഷെ ചിലർ CVV നമ്പർ വരെ പറഞ്ഞു കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇനി വരുന്ന OTP പറഞ്ഞു കൊടുക്കാമായിരുന്നു അറ്റാക്കറിനെ പറ്റിക്കുവാനായിട്ട്. എന്നാൽ ഡിബിറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് ഇന്ത്യയിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ OTP വരും. എന്നാൽ ഇന്ത്യക്ക് വെളിയിലേക്കാണ് പോകുന്നതെങ്കിൽ OTP എപ്പോഴും വരണമെന്നില്ല. ചില രാജ്യങ്ങളിൽ ഇങ്ങനൊരു വെരിഫിക്കേഷൻ മെത്തേഡ് ഇല്ല. അതുകൊണ്ട് അവസാനം വരെ പോയി അറ്റാക്കറെ പറ്റിക്കാമെന്ന് കരുതി ആരും നിന്നു കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ എങ്ങനെ അറ്റാക്കർക്ക് മനസ്സിലായി? നിങ്ങൾ ഉപയോഗിച്ച കാർഡിൻ്റെ ഡേറ്റ, എന്നാണ് അവർ കാർഡ് ഉപയോഗിച്ചത്, എത്ര മണിക്കാണ് ഉപയോഗിച്ചത് തുടങ്ങിയ ഇൻഫർമേഷൻ എങ്ങനെ അവർക്ക് കിട്ടി? അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ബില്ല് മറ്റെവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ATM മെഷീനിൽ നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ തന്നെ കിട്ടുന്ന റെസിപ്റ്റ് നിങ്ങൾ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ല അവിടെ തന്നെ കളയുകയാണെങ്കിൽ മറ്റൊരാൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇതിനെ ഡംപ്സ്റ്റർ ഡൈവിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ക്രിട്ടിക്കലായ ഡേറ്റാസും അല്ലെങ്കിൽ എന്ത് ഡേറ്റയാണെങ്കിലും വഴിയിൽ ചുമ്മാ കൊണ്ട് കളയാൻ പാടില്ല. നിങ്ങളുടെ ഡേറ്റയുടെ വില നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത് മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് പലതരത്തിലുണ്ട്. അതായത് ഹ്യൂമൻ ബേസ്ഡ്, മൊബൈൽ ബേസ്ഡ്, കമ്പ്യൂട്ടർ ബേസ്ഡ്. അതായത് ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എംപ്ലോയി ആണ്. ഞാനിവിടെ സെൻസസിൻ്റെ ഭാഗമായി വന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര റൂംസ് ഉണ്ട്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, നിങ്ങളുടെ ഏണിംഗ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ഹ്യൂമൻ ബേസ്ഡ് അറ്റാക്കാണ്. അതായത് ഒരു വ്യക്തി തന്നെ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് തന്നെ മൊബൈൽ ബേസ് പറ്റും. അതായത് ഒരാൾ ഫോൺ വിളിക്കുകയാണ്, എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഞാൻ ഇന്നൊരു വ്യക്തിയാണ്, ഒരു സെൻസസിൻ്റെ ഭാഗമായി നിങ്ങളെ വിളിക്കുകയാണ്, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുന്നു. ഇതൊരു വിഷിംഗ് അറ്റാക്കാണ്. ഇതേ അറ്റാക്ക് തന്നെ SMS വഴിയും പറ്റാറുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു ഫസ്റ്റ് പ്രൈസിന് സെലക്ട് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വരുന്ന SMS, അതിനെ സ്മിഷിംഗ് എന്ന് പറയും. കോൾ ബേസ്ഡ് ആണെങ്കിൽ അതിനെ വിഷിംഗ് എന്ന്. ഇനിയിപ്പോൾ ഇമെയിൽ വരുന്ന മെസ്സേജ് ആണെങ്കിൽ അതിനെ ഫിഷിംഗ് എന്നാണ് പറയുന്നത്. ഫിഷിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് ഒരു മെയിൽ വരുന്നു. നിങ്ങൾക്ക് ഒരു ഓണം അല്ലെങ്കിൽ വിഷു തുടങ്ങിയ ഫെസ്റ്റിവൽ ബേസ് ചെയ്തിട്ട് ഒരു കിടിലൻ ഓഫറുണ്ട്. ഇനിയിപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മെയിൽ വരികയാണ് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മറ്റെവിടെ നിന്നോ. പറയുന്നത് ഇതാണ്, ഇനിയിപ്പോൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ഫെസ്റ്റിവലോ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തൊരു മെയിലാണ് വരുന്നത്. ഇന്ന ഫെസ്റ്റിവൽ പ്രമാണിച്ച് നിങ്ങൾക്ക് 1000 റുപ്പീസിൻ്റെ ഒരു ക്യാഷ് റിവാർഡ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് ഇത് ആഡ് ചെയ്തോളൂ, ഇത്ര തീയതി വരെയുള്ളൂ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാണ് മെയിൽ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആമസോണിൽ നിന്ന് സാധാരണ വരുന്ന മെയിൽ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴും ലോഡ് ചെയ്തു പോകുന്നത് ആമസോണിലോട്ട് തന്നെയാവാം. എന്നാൽ ലുക്ക് കൊണ്ട് മാത്രമാണ് അത് ആമസോണുമായി സാമ്യമുള്ളത്. അതൊരു ഫേക്ക് സൈറ്റ് ആവാം. ഇവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ അറ്റാക്കർക്ക് അത് സ്റ്റീൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അറ്റാക്കർ കൊണ്ടുപോകാൻ പറ്റും. ഇതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഫിഷിംഗ് അറ്റാക്കിനെ കുറിച്ച്. ഇവിടെ പലരും കരുതാറുള്ളത് OTP നമ്മൾ പറഞ്ഞു കൊടുത്താലേ അറ്റാക്കർ കിട്ടുകയുള്ളൂ എന്നാണ്. എന്നാൽ അറ്റാക്കർ പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് നേരിടേണ്ടി വന്ന ഒരു അറ്റാക്ക് നിങ്ങളോട് ഞാൻ പറയാം. ഇദ്ദേഹം ആമസോണോ മറ്റോ വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയുണ്ടായി. എന്നാൽ പ്രൊഡക്റ്റ് ഡെലിവറി ഉള്ള ദിവസം അദ്ദേഹം ആ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു വിലയേറിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് വീടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് പോകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹം കസ്റ്റമർ കെയർ നമ്പർ തപ്പി പിടിച്ചെടുത്തു. എങ്ങനെയാണ് തപ്പുന്നത്? ഗൂഗിളിൽ പോയി ഇന്ന കസ്റ്റമർ സർവീസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. എന്നാൽ അറ്റാക്കർ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അറ്റാക്കറിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുമുണ്ട്, കസ്റ്റമർ സർവീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. ഈ ഒരു വ്യക്തി കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുന്നു. എന്നാൽ അറ്റാക്കർ ഫോൺ എടുത്തിട്ട് നിങ്ങളെ സഹായിക്കാമെന്നും താങ്കൾ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് പ്രൊഡക്റ്റ് കൊണ്ട് തരാമെന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതിന് വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് താങ്കൾ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഒക്കെ നമ്പർ ചോദിച്ചു. അതിൽ CVV നമ്പർ ഉൾപ്പെടെ എല്ലാം ചോദിച്ചു. എന്നാൽ OTP മാത്രം അവർ അയച്ചില്ല. കാരണം OTP അയക്കുമ്പോൾ അതിൽ എമൗണ്ട് പറയും. എമൗണ്ട് കാണുമ്പോൾ തന്നെ ആരും OTP കൊടുക്കില്ലെന്ന് അറ്റാക്കർക്ക് അറിയാം. പക്ഷേ അറ്റാക്കർ പറഞ്ഞത്, സർ OTP വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു താങ്കൾ ഉപയോഗിക്കുന്ന സിം ഏതാണെന്ന് പറയാമോ? അദ്ദേഹം ഒരു സിമ്മിൻ്റെ പേര് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്ന സിം ഏതാണെങ്കിലും അവർ പറയുക, സർ ഈ ഒരു കസ്റ്റമേഴ്സിന് ചില ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്കൊരു ടെക്നിക്കൽ ടീമുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു സെറ്റിങ്സ് മാറ്റി കൊടുക്കുകയാണെങ്കിൽ
നിങ്ങളുടെ ഫോണിലേക്ക് OTP വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റുഡൻറ്റിന് പറ്റിയതും ഇതേ അബദ്ധം തന്നെയാണ്. ഇവിടെ അറ്റാക്കർ പ്രയോഗിച്ച ട്രിക്ക് എന്ന് പറയുന്നത്, അറ്റാക്കർ നിങ്ങളോട് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതായത് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അറ്റാക്കർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു റിമോട്ട് കൺട്രോൾ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ്. ഇവിടെ അറ്റാക്കർക്ക് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ OTP അയക്കുകയും ആ OTP അവർക്ക് തന്നെ കാണുവാനും കഴിയും. ഇതാണ് അതിൻ്റെ മറ്റൊരു രീതി. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ ചിലർ പറയാറുണ്ട്, ഒരു ഫോണിലേക്ക് ഒരു ലിങ്ക് വന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്യാഷ് പോയെന്നൊക്കെ. ഈ അറ്റാക്ക് നടക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നതിൻ്റെ മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പലരും പല ക്രാക്ക് ആപ്ലിക്കേഷൻസ് ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ ചിലരെങ്കിലും സ്പോട്ടിഫൈയുടെയൊക്കെ ക്രാക്ക് ആപ്ലിക്കേഷൻസ് ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാശ് മുടക്കമുള്ള ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയി ഒരാൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു. എന്താണ് അവൻ്റെ ബെനിഫിറ്റ്സ്? ഒരുപക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആവാം. നിങ്ങളുടെ ഡേറ്റയോ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസോ സ്റ്റീൽ ചെയ്യാനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു മലീഷ്യസ് കോഡ് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന SMS, നിങ്ങളുടെ ഫോണിലെ ഫോട്ടോസ്, കോൺടാക്ട്സ് എല്ലാം അവർക്ക് സ്റ്റീൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പല പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. അതിലൊന്നാണ് ലൊക്കേഷൻ, ഫയൽ ആക്സസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സ് ആക്സസ്, SMS ആക്സസ് തുടങ്ങിയവയെല്ലാം നിങ്ങൾ പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നു, ചിലപ്പോൾ വായിച്ചു പോലും നോക്കാതെ. ഇപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP അറ്റാക്കർക്ക് എടുക്കുവാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി അവർക്ക് അത് ആപ്ലിക്കേഷൻ വഴി എടുക്കുവാൻ കഴിയും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ്. ഇനി ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? അവയർനെസ്. അതെ, നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടെല്ലാം നിങ്ങൾ ഈ അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനൊരാൾ സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, എന്തൊക്കെ പാസ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ടെലികോളിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനാണെങ്കിൽ പോലും വേണ്ട തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവുന്നു. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാൾ വിളിക്കുകയാണ്, ഒരു ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് പറയാൻ പാടുള്ളത്, എന്തൊക്കെ പറയാൻ പാടില്ലാത്തത് തുടങ്ങിയ ഇൻഫർമേഷൻസ് ആ സ്റ്റാഫിന് കൃത്യമായി തന്നെ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ടാവുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാമെന്ന്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫിഷിംഗ് അറ്റാക്ക് നടക്കുന്നത് എന്നാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന OS Kali Linux ആണ്. ഇതിൽ സെറ്റ് ഫിഷർ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അറ്റാക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനത് ചെയ്യുന്നതിന് കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അവയർനെസ്സും എങ്ങനെ ഇതിനെ തിരിച്ചറിയാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു ടൂൾ ഒരു മെനു ഡ്രിവൻ പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് കമാൻഡ്സ് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കാണിക്കുന്ന മെനു അനുസരിച്ച് നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ടൂൾ നമുക്കിപ്പോൾ 35 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേണ്ട ഓപ്ഷൻ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ഫിഷിംഗ് പേജ് ഉണ്ടാക്കുവാനാണ്. അതായത് കണ്ടാൽ ഫേസ്ബുക്ക് പോലെ ഇരിക്കുന്ന ഒരു ഫേക്ക് വെബ്സൈറ്റ്. ഇവിടെ ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇത് കൊടുത്തുടനെ എന്നോട് ചോദിക്കുകയാണ്, ട്രഡീഷണൽ ലോഗിൻ പേജ് വേണോ അതോ മറ്റെന്തെങ്കിലും അഡ്വാൻസ് പേജ് വേണോ എന്ന്. നമുക്ക് ട്രഡീഷണൽ ലോഗിൻ പേജിലേക്ക് പോകാം. ഇപ്പോൾ വന്നിരിക്കുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഞാനിപ്പോൾ തൽക്കാലം ലോക്കൽ ഹോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ മെഷീനിൽ തന്നെയാണ് ഞാൻ ഈ ഫേക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നോട് ചോദിക്കുകയാണ് മറ്റെന്തെങ്കിലും കസ്റ്റമൈസ് ആയിട്ടുള്ള പോർട്ട് നമ്പറിൽ ഇത് ഹോസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പറയുകയാണ് വേണം. എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത് പോർട്ട് നമ്പർ എന്തെങ്കിലും പറയൂ. ഈ ഒരു ഫേക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള പോർട്ട് നമ്പറാണ് ചോദിക്കുന്നത്. ഞാൻ പറയുകയാണ് 3333. ഇപ്പോൾ ഈ ഒരു ഫേക്ക് വെബ്സൈറ്റ് എൻ്റെ മെഷീനിൽ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫേസ്ബുക്കിൻ്റെ ഒരു ഫേക്ക് സൈറ്റാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ URL ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു URL നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇത് ഫേസ്ബുക്ക് അല്ലെന്ന്. എന്നാൽ അറ്റാക്കർ എന്താണ് ചെയ്യുക? അറ്റാക്കർ ചെയ്യുന്നത് ബുഡാഡി പോലെയുള്ള വെബ്സൈറ്റുകളിൽ പോയി വിക്ടിം വെബ്സൈറ്റിനോട് സമാനമായിട്ടുള്ള ഡൊമൈൻ പർച്ചേസ് ചെയ്യും.
ഈ ഒരു ഫേക്ക് സൈറ്റിൽ ഞാനിപ്പോൾ കൊടുക്കുകയാണ് malluhacker@gmail.com. പാസ്വേഡായി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ എൻ്റർ ചെയ്ത ക്രെഡൻഷ്യൽസ് അതേപോലെ തന്നെ ഇവിടെ അറ്റാക്കർ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, URL ശരിക്കുമുള്ള സൈറ്റിലേക്ക് റീലോഡ് ചെയ്ത് പോയിരിക്കുകയാണ്. അതായത് നമുക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവിച്ചത്, എന്തോ എറർ ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ അറ്റാക്കർക്ക് കൃത്യമായി നമ്മുടെ ക്രെഡൻഷ്യൽസ് കിട്ടുന്നു. ഇവിടെ അറ്റാക്കർ നിങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ട്രൈ ചെയ്യും. ഇത് ഗുഡാഡിയുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റാണ്. ഇവിടെ പോയി നമുക്ക് ഫേസ്ബുക്കിന് സമാനമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഡൊമൈൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഫേസ്ബുക്ക് എന്ന പേരുള്ള പലതരത്തിലുള്ള ഡൊമൈൻസ് അവൈലബിൾ ആണ് പല പ്രൈസിൽ. അറ്റാക്കർക്ക് ഇതുപോലെ ഒന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതേപോലുള്ള ഫേക്ക് സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലിങ്ക് വെച്ച് പലരുടെയെങ്കിലും അക്കൗണ്ട് അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ടൈനി URL പോലെയുള്ള വെബ്സൈറ്റുകളിൽ പോയി URL ഷോർട്ടൺ ചെയ്ത് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയും. അതായത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് ഏത് സൈറ്റിലേക്കാണ് ലോഡ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഒരിക്കലും ബാങ്കിങ് വെബ്സൈറ്റുകൾ ആരെങ്കിലും ലിങ്ക് അയച്ചു തന്നു കയറാൻ പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഒരിക്കലും കയറരുത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സൈറ്റുകളിലോട്ടൊന്നും ഒരിക്കലും ഒരാൾ ഫോർവേഡ് ചെയ്ത ലിങ്ക് വഴി കയറുവാൻ ശ്രമിക്കരുത്. കൃത്യമായി നിങ്ങൾ ആ വെബ്സൈറ്റ് ഡൊമൈൻ ഫൈൻഡ് ചെയ്തിട്ട് വേണം അതിലേക്ക് ലോഗിൻ ചെയ്യുവാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി എന്നോട് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.